ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ഒരു പകലിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയതായ നല്ല സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കും. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. യെശയ്യാവ് 6:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവനെ ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറവുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. വായിച്ചതായ വാക്യത്തെ കർത്താവിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. കർത്താവ്, ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. ഈ വചനത്തിലൂടെ ആത്മാവ് എന്നോട് തൊടുമാറാകണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ഇന്ന് കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ മുമ്പാകെ വചനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അങ്ങയുടെ മുമ്പായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നീ അങ്ങ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. അല്പസമയം കർത്താവിന്റെ വചനമായി ഞങ്ങൾ നിൽക്കുന്നു. കർത്താവ് അങ്ങ് നിയന്ത്രിക്കുക. സ്തോത്രം. ഒരുമിച്ച് ബലപ്പെടുത്തണമേ. സകലം അങ്ങയുടെ മുമ്പാകെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചത്. ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാ പ്രവാചകൻ കാണുന്ന ഒരു ദർശനമാണ് ഇന്ന് പകൽക്കാലം വായിച്ചത്. ഉസിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഉസിയാവ് ഒരു നല്ലൊരു രാജാവായിരുന്നു. ദാവീദ് കഴിഞ്ഞാൽ ദാവീദിനെ പോലെ സാമർഥ്യമുള്ളവനും ദൈവത്തെ ഭയമുള്ളവരുമായ ഒരു ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു ഉസിയാവ് രാജാവ്. അങ്ങനെ ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ ആ നാളുകളിൽ യെശയ്യാവിന് ഒരുപാട് വേദന ഉണ്ടായി. കാരണം ഉസിയാവ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു രാജാവായിരുന്നു. ആ രാജാവ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടു പോയി. ഇനി ആര് അടുത്ത ഈ രാജ്യത്തെ ഭരിക്കുമെന്നുള്ളതായ ആ ചിന്താഭാരം യെശയ്യാവിനെ അലട്ടുന്നുണ്ടായിരുന്നു. ആ ഭാരത്തോടെ ആയിരിക്കുന്ന നിമിഷത്താണ് ദൈവം ദർശനത്തിലൂടെ കാണിക്കുന്നത്. ദൈവം ആരാണെന്നുള്ള ഒരു വെളിപ്പാട് ഈ യെശയ്യാവിന് ലഭിക്കുകയാണ്. എന്താ കാണുന്നത്? ദൈവം കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവൻ കാണുകയാണ്. എന്താ അവിടെ സൂചിപ്പിക്കുന്നത്? ഈ ലോകത്തിലുള്ളതായ രാജാക്കന്മാർ വന്നു പോകും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഞാനാണ് ഇസ്രായേലിന്റെ രാജാവ്. ആമേൻ. ഞാനാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഞാനാണ് അവർക്ക് എന്തുണ്ടാകുന്നത്? ജയം നൽകുന്നത്. ആ ഒരു ദർശനത്തെ ആര് കാണുകയാണ്? യെശയ്യാവ് കാണുകയാണ്. ദൈവത്തെ കുറിച്ച് ഒരു ആഴമായ ഒരു വെളിപ്പാട് ആമേൻ ആർക്ക് ലഭിക്കുന്നു? യെശയ്യാ പ്രവാചകന് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ലഭിച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാമോ? യെശയ്യാവിന് അവൻ ആരാണെന്നുള്ളൊരു ബോധം അവിടെ വെളിപ്പെടുകയാണ്. അവിടെ പറയുന്നത് ദൈവത്തെ കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവം ആരാണെന്നുള്ളൊരു വെളിപ്പാട് ലഭിച്ചപ്പോൾ യെശയ്യാ പറയുകയാണ്, അയ്യോ, ഞാൻ അശുദ്ധനായ ഒരു മനുഷ്യൻ, എന്റെ അധരം അശുദ്ധമാണ്, ഞാൻ അശുദ്ധിയുള്ള ജനത്തിന്റെ മുമ്പാകെ ഞാൻ വസിക്കുന്നു. തന്നെ ഒരു തിരിച്ചറിവ് അവിടെ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 1-ാം അധ്യായം മുതൽ ഈ 5-ാം അധ്യായം വരെ 6-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് അവൻ പ്രവചിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുക, ജനത്തോട് പ്രവചിക്കുകയാണ്. ആ പ്രവചിക്കുന്ന നാവാണ് പറയുന്നത്. ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, എന്റെ അധരം
അശുദ്ധമാണ്. ആ അശുദ്ധിയുള്ള നാവ് കൊണ്ടാണ് ഇത്രയും നാളെ അവൻ എന്ത് ചെയ്തത്? പ്രവചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാതെ വേണ്ട എന്ത് ചെയ്യാണ്? പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡ്യൂട്ടി എന്താണ്? പ്രവചിക്കുക. അതാ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തെ കുറിച്ച് ഒരു ആഴമായ വെളിപ്പാട് ലഭിച്ചപ്പോൾ അവൻ ആരാണെന്നുള്ളൊരു വെളിപ്പാട് ലഭിക്കുകയാണ്. അവനെ കുറിച്ചൊരു തിരിച്ചറിവ് അവനുണ്ടാകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഭാഗത്ത് നമുക്ക് 3 തരത്തിലുള്ള വെളിപ്പാടുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട്. 2, അവൻ ആരാണെന്നുള്ളൊരു വെളിപ്പാട്. 3-മത്, അവന്റെ ഭാവിയെ കുറിച്ചൊരു വെളിപ്പാട്. ദ റെവലേഷൻ ഓഫ് ഡിവിനിറ്റി, ദ റെവലേഷൻ ഓഫ് ഐഡന്റിറ്റി, ദ റെവലേഷൻ ഓഫ് ഡെസ്റ്റിനി. ആമേൻ. ഇവിടെ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് അവന് ലഭിക്കുക. ഒരു ആഴമായ ഒരു അറിവല്ല അവനുണ്ടാകുന്നത്. ദൈവത്തെ കുറിച്ച് എന്താണ് ഉണ്ടാകുന്നത്? വെളിപ്പാടാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെ കുറിച്ച് അറിവുണ്ട്. ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവം എന്ത് ചെയ്യുന്നു, ദൈവം എന്തൊക്കെ ചെയ്യും എന്നുള്ളതായ ഒരു അറിവുണ്ട്. പക്ഷെ ആ അറിവിൽ നിൽക്കാതെ ആ ഒരു ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാടിലേക്ക് നമ്മുടെ ജീവിതം മാറുവാൻ പരിശുദ്ധാത്മാവിൽ നിന്ന് പകൽക്കാലം സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അറിവിൽ നിന്ന് ഒതുങ്ങിപ്പോകാതെ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാടിലേക്ക് നമ്മുടെ ജീവിതം മാറട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ മാറട്ടെ. ആ വെളിപ്പാട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലികൾക്ക് വ്യത്യാസം ഉണ്ടാകും, ജീവിത മനോഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. നാം നമ്മെ തന്നെ തിരിച്ചറിയും നമ്മൾ ആരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് നോക്കുമ്പോൾ യെശയ്യാവ് ദൈവത്തെ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവന്റെ ജീവിതത്തെ കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. ആ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അവന്റെ സമൂഹത്തെ കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ്. 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ജനത്തിന്റെ പാപത്തെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അനിഷ്ടമുള്ള ജനം, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വാ. ആ ജനത്തിന്റെ കുറ്റം പറയുന്ന, കുറ്റം മാത്രം കണ്ടുകൊണ്ടുള്ള പ്രവചനമായിരുന്നു. നിങ്ങൾ മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. എന്നാൽ ദൈവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞ വ്യക്തി, താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി തന്റെ സമൂഹത്തെ കുറിച്ച് പിന്നെ നേരത്തെ കണ്ട കണ്ണുകൊണ്ടല്ല വീണ്ടും കാണുന്നത്. പിന്നെ അവന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവചന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു, അവന്റെ ശുശ്രൂഷകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. നമുക്കറിയാം, വരുന്ന വാക്യങ്ങൾ, വരുന്ന അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവന്റെ ശുശ്രൂഷ, അവന്റെ വെളിപ്പാട് എന്താണ്? അവന്റെ പ്രവചനം എന്താണ്? വരാൻ പോകുന്ന മശിയെ കുറിച്ച് വെളിപ്പാട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശുശ്രൂഷ ലെവലുകൾ മാറുകയാണ്. അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവത്തെ കുറിച്ച് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള ആഴമായ വെളിപ്പാട് ലഭിക്കുമ്പോൾ നാം നമ്മെ കുറിച്ച് വെളിപ്പെടുത്തുന്നു, നമ്മുടെ സമൂഹത്തെ കുറിച്ച് വെളിപ്പെടുവാൻ നമുക്കിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് ഒരു റെവലേഷൻ, ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാടുണ്ടാകണം. എന്താണ് വെളിപ്പാടുണ്ടാകുന്നതിന്റെ മുഖാന്തരം? വെളിപ്പാടുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ആത്മീയ ലെവലുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ എന്താ പറയുന്നറിയാം, ആ വെളിപ്പാടിലൂടെ, ദൈവത്തിന്റെ വെളിപ്പാട് ലഭിക്കുന്നത് മുഖാന്തരം നമുക്ക് എന്തുണ്ടാകുന്നു? ആത്മീയത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നു. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവുകൾക്ക് ഒരു പരിധികളുണ്ട്. ആമേൻ. അറിവിന് എന്തുണ്ട്? പരിധികളുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ കുറിച്ച് വെളിപ്പാട് ലഭിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിന് ആ പരിധികളില്ല. നമ്മുടെ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ജീവിത ശൈലികൾക്ക് വ്യത്യാസമുണ്ടാകും. പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണുന്നത്, യേശു ആരാണെന്ന് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നു. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്നത്? ആമേൻ. അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. അപ്പൊ ദൈവം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്. ഇറ്റ്സ് എ റെവലേഷൻ ഫ്രം ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വെളിപ്പാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ലഭിച്ച വെളിപ്പാട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിക്കുവാൻ, ആമേൻ, അതെങ്ങനെയാ ലഭിക്കുന്നത് അറിയാമോ? ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ദൈവത്തെ കുറിച്ച് ദൈവമാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ ആ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. നമ്മളൊരു വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ, ഞാനും
ജോയൽ. ഞാനും ജോയലും ഞാൻ പറയുകയാണ്, ഞങ്ങൾ ഒരു നല്ല ഫ്രണ്ട്സാണ്, നമ്മൾ കൂട്ടുകാരാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ നമ്മൾ എന്താണ്, ഈ ചർച്ച വരുമ്പോഴാണ് കാണുന്നത്, അല്ലെങ്കിൽ റോഡിൽ വീട്ടിൽ പോകുമ്പോഴാണ് കാണുന്നത്, ഹായ് ജോയലെ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? ജോയലും പറയും, സുഖം, സന്തോഷം, എന്തുണ്ട്? അപ്പൊ നമ്മൾ കാര്യങ്ങൾ, വിശേഷങ്ങൾ പങ്കുവെക്കുന്നു, പിന്നെ വീട്ടിൽ പോകുന്നു, പിന്നെ കാണുന്ന അടുത്ത ആഴ്ച. അത് നല്ലൊരു ബന്ധമാണോ? അല്ല. നമ്മളെ അറിവുകൾക്ക്, നമ്മൾ പരസ്പരം അറിയുന്ന അറിവുകൾക്ക് എന്തുണ്ട്? പരിധികളുണ്ട്. ഒരു ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാൻ, നന്നായിട്ട് അറിയാം, ഭർത്താവിന് ഭാര്യ എന്നുണ്ട്. കാരണം എന്താണ്? അവരുടേതായ ബന്ധം എന്ന് പറയുന്നത് ആഴമുള്ളതാണ്. ആമേൻ. ചില ബന്ധങ്ങൾക്ക് ആഴമില്ല, കാരണം അവർക്ക് എന്തില്ല? പരസ്പര ബന്ധമില്ല, ഷെയറിംഗ് ഇല്ല, സംസാരമില്ല. അതിനൊരു പരിധികളുണ്ട്. നമ്മൾ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കും അത്രത്തോളം പരസ്പരം അറിയവരിടയായിത്തീരും. അതുപോലെ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പല ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദൈവബന്ധം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമാണ്. ആമേൻ. ആലയത്തിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമടക്കുമ്പോൾ മാത്രമാണ് ദൈവത്തോടുള്ള ബന്ധം വെളിപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ദൈവമായുള്ള ബന്ധം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവമായ ബന്ധത്തിൽ ജീവിക്കുവാനാണ്. പക്ഷേ പാപം നിമിത്തം ആ ബന്ധത്തിന് എന്തുണ്ടായി? വിള്ളലുണ്ടായി, വ്യത്യാസമുണ്ടായി, ആ ബന്ധത്തിന് അകലമുണ്ടായി. പാപം നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എത്ര തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നമ്മൾ പ്രസംഗിക്കുന്നവരെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നമ്മൾ ഭയങ്കര പ്രവചനങ്ങൾ പറയുന്നവരായിരുന്നാലും, ദൈവമായ ബന്ധമില്ലെങ്കിൽ, ദൈവം, യേശു കർത്താവ് പറയുന്ന ഒരു വാക്കുമുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആമേൻ. യേശുവിന്റെ നാമത്തിലാണ് അവർ സൗഖ്യം കൊടുത്തത്, യേശുവിന്റെ നാമത്തിലാണ് അവർ പ്രവചിച്ചത്. പക്ഷെ യേശു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ബന്ധമില്ല. ദൈവം കൊടുത്ത ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം, പ്രസംഗിക്കാം, പാടാം, പ്രവചിക്കാം, രോഗികളെ സൗഖ്യമാക്കാം. ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവരുമായി ബന്ധപ്പെടുവാൻ വേണ്ടിയാണ്. അതൊരു പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ മാത്രമല്ല, അത് എവിടെയായിരുന്നാലും ആ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടുകൾ നമ്മൾ ലഭിക്കുന്നു. ദൈവം ആരാണ്? എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുക്കുമോ അത്രത്തോളം ദൈവത്തെ കുറിച്ച് നമുക്കൊരു വെളിപ്പാട് ലഭിക്കുന്നു. ആമേൻ. നമ്മൾ പ്രസംഗത്തിലൂടെ കേൾക്കുന്ന ദൈവത്തെ അല്ല, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മറ്റുള്ളവർ പറയുന്ന ദൈവത്തെ കുറിച്ചല്ല, സ്വന്തമായി വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കുവാൻ. ആമേൻ. എത്രത്തോളം നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുമോ അത്രത്തോളം ദൈവമായി നമുക്ക് ദൈവത്തെ കുറിച്ച് അറിയുവാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ ദൈവമായി നമ്മൾ അറിയുമ്പോൾ എന്തുണ്ടാവും അറിയുമോ? യെശയ്യാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവനെ തന്നെ അവൻ തിരിച്ചറിയുകയാണ്, അവൻ ആരാണെന്നുള്ള ഒരു വെളിപ്പാട് ലഭിക്കുകയാണ്. അടുത്ത കാര്യന്നത് കർത്താവ് പറയുന്നുണ്ട്, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ അവൻ ചാടി ഇറങ്ങുകയാണ്. കാരണം അവൻ അറിയാം, ഈ ദൈവം വേറെയാ. ആമേൻ, ഹല്ലേലൂയ. അവൻ പ്രവചിക്കുന്നുണ്ട്, ഈ ദൈവത്തിന് വേണ്ടിയാ പ്രവചിക്കുന്നത്. പക്ഷേ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് അവനില്ലായിരുന്നു. അവൻ അറിവുണ്ട്, പക്ഷെ ആഴമായ ഒരു വെളിപ്പാട് എപ്പോഴാണ് ലഭിക്കുന്നത്? 6-ാം അധ്യായത്തിൽ വരുമ്പോഴാണ്. ആ വെളിപ്പാട് ലഭിച്ചപ്പോൾ അവന്റെ സ്വഭാവം മാറി, അവന്റെ ജീവിതം മാറി, അവന്റെ ശുശ്രൂഷകൾ മാറി, അവന്റെ മനോഭാവങ്ങൾ മാറി. ഇന്ന് പകൽക്കാലം നമ്മുടെ ശുശ്രൂഷ ലെവലുകൾ മാറട്ടെ, നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് ആഴമായ ഒരു വെളിപ്പാടിലേക്ക് നമ്മുടെ ജീവിതം മാറട്ടെ. ആമേൻ. ചില പോയിന്റുകൾ ദൈവമായുള്ള വെളിപ്പാട് ലഭിക്കും. ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ പറഞ്ഞു തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അവന്റെ അകക്കണ്ണ് തുറക്കപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് ആഴമായി വെളിപ്പെട്ട ഒരു ദൈവവൈദ്യന്റെ അകക്കണ്ണിന്റെയും തുറന്നിരിക്കും. ആമേൻ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നത്, എലീശ പ്രവാചകൻ അവന്റെ ശിഷ്യനും, എലീശ പ്രവാചകന്റെ ശിഷ്യൻ അത് രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ അവർ കാണുന്നത്, ആ പട്ടണം മുഴുവൻ ആര് വളയുന്നു? ശത്രു സൈന്യം വളഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിന്റെ കഥകൾ അറിയാമെന്ന് അതിന്റെ സംഭവ സാഹചര്യങ്ങൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എലീശ പ്രവാചകനെ പിടിക്കുവാൻ വേണ്ടി ശത്രു സൈന്യം പട്ടണം വളഞ്ഞിരിക്കുകയാണ്. ഈ ദാസൻ പുറത്തു വരുമ്പോൾ കാണുന്നത് ശത്രു സൈന്യം. രക്ഷപ്പെടാൻ വകയില്ല. അവൻ നിലവിളിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് യജമാനായ എലീശ പ്രവാചകൻ പറയുകയാണ്, അയ്യോ, നമ്മുടെ കഥ കഴിഞ്ഞു, നമ്മുടെ അവസാനമാ. ശത്രു നമ്മെ എന്ത് ചെയ്തിരിക്കുക? വളഞ്ഞിരിക്കുകയാണ്, തീർന്നു.
അപ്പൊ എലീശ പ്രവാചകൻ അവനോട് പറഞ്ഞു, നീ ഒന്നും കൂടെ പുറത്തു പോയി നോക്ക്. എന്നിട്ട് എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? കർത്താവേ, എന്നെ കണ്ണൊന്ന് തുറക്കണമേ. ഞാനിവിടെ കാണുന്നത് നമുക്കറിയാം. പുറത്തു പോയപ്പോ എന്താ കണ്ടത്? ദൈവത്തിന്റെ സൈന്യം അവരെ ചുറ്റും, എലീശ പ്രവാചകന്റെ ചുറ്റും വളഞ്ഞിരിക്കുന്നതാ. ആരെക്കാളും? ശത്രു സൈന്യത്തെക്കാളും ദൈവത്തിന്റെ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ എനിക്ക് പറയാനുള്ള ചിന്ത എന്ന് പറയുന്നത്, എലീശ പ്രവാചകനും ഈ യജമാനനും എലീശ പ്രവാചകനും ദാസനും ആരാധിക്കുന്ന ദൈവം ആരാണ്? യഹോവയാണ്, അല്ലേ? എലീശ പ്രവാചകൻ ആരാധിക്കുന്ന ദൈവത്തെയാണ് ഈ ദാസനും ആരാധിക്കുന്നത്. ഈ രണ്ടുപേരും ഒറ്റ ദൈവത്തെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദാസന്റെ കണ്ണു തുറക്കാൻ വേണ്ടി യജമാനൻ പ്രാർത്ഥിക്കേണ്ടി വരുന്നു. ഇന്ന് പല ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആരാധനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോകുന്ന ആരെടുത്താ? പ്രവാചകന്റെ അടുത്ത്, ഇല്ലെങ്കിൽ ശുശ്രൂഷ രോഗശാന്തിയുള്ള വ്യക്തികളെങ്കിൽ പാസ്റ്റർമാരുടെ. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവരുടെ മേലും ദൈവം എന്ത് ചെയ്തു? തന്റെ ആത്മാവിനെ പകർന്നിരിക്കുക. യോബേൽ പ്രവാചകൻ പറയുന്നത്, സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുന്നു. യവനക്കാര്, യുവതികളും, കുഞ്ഞുകുട്ടി സർവ്വരെന്തെയും പ്രവചിക്കും. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെല്ലുന്ന ആരുടെ? പക്ഷെ നമുക്ക് നേരിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ടല്ലേ? പരാജയമാണത്. ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയമാണ്. നമ്മളെ കണ്ണു തുറക്കാൻ മറ്റുള്ളവർ വന്ന് പ്രാർത്ഥിക്കണം. ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിക്കണം. ആ ദൈവദാസൻ ആരാധിക്കുന്ന ആ ദൈവത്തെ നമ്മളും ആരാധിക്കുന്നത്. ആമേൻ. ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ തലകൊണ്ട് വെക്കും. എന്താ ദൈവം എന്നോട് പറയാനുള്ളത്? ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തെയല്ലേ നമ്മളും ആരാധിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല? പരാജയമല്ലേ? ഹല്ലേലൂയ. കണ്ണുകളെ തുറക്കുവാൻ. എങ്ങനെ കണ്ണു തുറക്കണം? ആ ദൈവത്തെ കുറിച്ച് ആഴമായി അറിയുക. ആ ദൈവമായുള്ള ബന്ധമാണ് കണ്ണു തുറക്കാൻ കഴിയുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ പ്രശ്നത്തെ അല്ല കാണേണ്ടത്, അതിന്റെ നടുവിൽ എഴുന്നള്ളി നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ആമേൻ. അങ്ങനെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് പറയും, നമ്മൾ പരാതികളെ പറയും. കാരണം നമ്മൾ കാണുന്നത് പ്രശ്നങ്ങളാ, നമ്മൾ കാണുന്നത് നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരാ, നമ്മൾ കാണുന്നത് നമ്മളെ കുറ്റം പറയുന്നവരാ. പക്ഷെ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടില്ല, ദൈവമായുള്ള ബന്ധമില്ല. ദൈവം എന്റെ കൂടെയുള്ളതെന്ന് പറയും, അറിവുണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല? വെളിപ്പാടില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. രണ്ടാമത്തെ വ്യക്തിയാണ് മോശ. എല്ലാറ്റിനേക്കാളും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു മനോഭാവം. ദൈവത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി, ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് ലഭിച്ച വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? എപ്പോഴും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കും. ആമേൻ. മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് കോപമുണ്ടായി. ദൈവം പറഞ്ഞു, ഞാൻ ഇത് ജനത്തെ എന്ത് ചെയ്യാൻ പോകുക? നശിപ്പിക്കാൻ പോകുക. എല്ലാവരും ഞാൻ നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം മുന്നേറുമ്പോൾ മോശ പറഞ്ഞു, ദൈവമേ അരുത്, നീ പറഞ്ഞ വാഗ്ദത്തം എന്ത് ചെയ്യരുത്, അത് നഷ്ടമായി. നീ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യും? ആ വാഗ്ദത്ത നാട് കൊടുക്കുമെന്ന്. ആ പറച്ചിൽ ദൈവം എന്ത് ചെയ്തു? സ്റ്റോപ്പായി. മോശയുടെ വാക്കിലെ ദൈവം എന്ത് ചെയ്തു? തന്റെ തീരുമാനം മാറ്റുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, ദൈവം പറഞ്ഞു, ഓക്കെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ചെയ്യാം. അവർക്ക് പറഞ്ഞ ഖനാൻ ദേശം ഞാൻ കൊടുക്കാം. ആമേൻ. അവരോട് കൂടെ ഞാൻ ദൂതന്മാരെ അയക്കാം. ഒരു ശത്രു തൊടാതെ വേണം അവരെന്ത് ചെയ്യാം? സംരക്ഷണം ഉണ്ടാകും. അവർ സന്തോഷത്തോടെ എന്ത് ചെയ്യും? അവരുടെ വാഗ്ദത്തം അവർ പ്രാപിക്കും. സ്വന്തം ദേശത്ത് അവർക്ക് എത്താം. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? കൂടെ വരത്തില്ല. ആ ജനത്തിന് വേണ്ടതെല്ലാം ഉണ്ടല്ലേ? നമ്മളെ ഇസ്ലാം മക്കളുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അനുഗ്രഹം മതി, അവർക്ക് എപ്പോഴും സംരക്ഷണം, അവർക്ക് വിടുതൽ വേണം. അവർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം വിടുതൽ വേണം, ഇപ്പം ആഹാരം വേണം, ഇപ്പം അപ്പം വേണം, ഇപ്പം സംഭവിക്കണം, അത്ഭുതങ്ങൾ നടക്കണം. അവർക്ക് അനുഗ്രഹം മതി. ദൈവത്തെക്കാൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സംഭവം എല്ലാം ദൈവം കൊടുത്തു. ആമേ. സംരക്ഷണയുണ്ട്, ദൂതന്മാർ കൂടെയുണ്ട്. ആമേ. അവർക്ക് കിട്ടേണ്ട അനുഗ്രഹവും കിട്ടും. പക്ഷെ ആരില്ല? ദൈവത്തിന്റെ സാന്നിധ്യമില്ല. മോശ എങ്ങനെ പറഞ്ഞു? ദൈവത്തെ തിരിച്ചറിഞ്ഞ മോശ, ദൈവത്തിന്റെ കൂടെ നടന്ന മോശ, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ മോശ, കർത്താവേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് എന്തിന് വേണ്ട? കനാൻ ദേശം വേണ്ട,
നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സംരക്ഷണം വേണ്ട. നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ദൂതന്മാരുള്ള ഒന്നും വേണ്ട. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത മേഖലകൾ എനിക്ക് വേണ്ട കർത്താവേ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ബന്ധങ്ങൾ എനിക്ക് വേണ്ട കർത്താവേ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് എന്നുള്ള അവസരങ്ങൾ വേണ്ട. അങ്ങ് എനിക്ക് തരുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ആമേൻ, ഹല്ലേലൂയ. പല അവസരങ്ങളെ കണ്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് എന്താ ഈ അവസരങ്ങൾ ലഭിക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു അവസരം ലഭിക്കാത്തത്, എന്തുകൊണ്ട് അവരെന്നെ ഉയർത്താതെ എന്നുള്ള പല വിഷമങ്ങൾ വന്ന മേഖലയിൽ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി എന്റെ കണ്ണുകളെ തുറന്ന ഒരു ഭാഗമാണിത്. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന് ഇഷ്ടമില്ലാത്തത്, കർത്താവിന് വേണ്ടാത്തത് കൊണ്ട് ആ സ്ഥാനം കിട്ടാത്തത്, കർത്താവിന് വേണ്ടാത്തത് കൊണ്ടാണ് അവസരം ലഭിക്കാത്തത്. ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും പറയട്ടെ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത മേഖലകൾ എനിക്ക് വേണ്ട കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും പറയാനുള്ളത് എന്തറിയാമോ? കർത്താവിന്റെ സാന്നിധ്യം സഭയിൽ വരുമ്പോൾ മാത്രമാണ്. കർത്താവിന്റെ സാന്നിധ്യം മുട്ടുമടക്കുമ്പോൾ മാത്രമാണ്. നോ 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 നോ. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തെ എപ്പോഴും അനുഭവിക്കുവാൻ, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലയിലും കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഉണ്ടെന്നുള്ള ബോധത്തിൽ ജീവിക്കുവാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ആ സാന്നിധ്യത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവമായ ബന്ധമുള്ളവന് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ആമേൻ. നമ്മൾ ജോലി സ്ഥലത്തായിരുന്നാലും തിരിച്ചറിയട്ടെ, ഞാൻ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ. അടുക്കളയിലായിരിക്കുമ്പോൾ പറയണം, ഓ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഓ സ്കൂളിലായിരിക്കുമ്പോഴും പഠിത്തത്തിലായിരിക്കുമ്പോഴും പറയണം, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. വണ്ടി ഓടിക്കുമ്പോഴും പറയണം, ഓ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. ഒരു തിരിച്ചറിവ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചൊരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുപാട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തിനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പറയാൻ കഴിയട്ടെ, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, അങ്ങ് എനിക്ക് തിരിച്ചറിയണം. ഐ വാണ്ട് ടു നോ യു മോർ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കണം. എന്റെ കർത്താവിനെ എനിക്ക് അറിയണം. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമ്മുടെ സ്വഭാവത്തെ മാറ്റണം, നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മുടെ ശുശ്രൂഷകളെ മാറ്റാം. ഇന്ന് പകൽക്കാലം ഒരു മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ഒരു മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഓ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് ആഴമായി ലഭിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിനായി വാഞ്ചിക്കട്ടെ, കർത്താവിനായി വാഞ്ചിക്കട്ടെ, കർത്താവിനായി വാഞ്ചിക്കട്ടെ, കർത്താവിനായി വാഞ്ചിക്കട്ടെ. വലിയ ദാഹം ഉണ്ടാകട്ടെ. കർത്താവേ, വേറെ ഒന്നിനാലും ഞാൻ തൃപ്തനാകില്ല. ഇന്ന് പകൽക്കാലം കർത്താവിനായി ദാഹിക്കുവാൻ, കർത്താവിനായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.